Ignite Physics. Concept to Clarity. നമസ്കാരം. നമ്മുടെ ചുറ്റുമുള്ള ഈ ലോകത്തെ കൃത്യമായി അളക്കാൻ മനുഷ്യൻ എങ്ങനെയാണ് പഠിച്ചെടുത്തതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വളരെ കൗതുകകരമായ ആ ചരിത്രയാത്രയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈ രസകരമായ കഥ നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നത്തെ നമ്മുടെ യാത്രയിലെ പ്രധാന സ്റ്റോപ്പുകൾ ഇവയാണ്. 1. അളക്കേണ്ടതിന്റെ ആവശ്യം. 2. പുരാതന ശരീരഭാഗ യൂണിറ്റുകൾ. 3. കൃത്യതയില്ലായ്മ എന്ന വലിയ പ്രശ്നം. 4. SI സിസ്റ്റം എന്ന പരിഹാരം. ഒപ്പം അടിസ്ഥാന യൂണിറ്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ശരി, നമുക്ക് ഇതിലേക്ക് കടക്കാം. ഒന്നാമത്തെ വിഷയം, എന്തുകൊണ്ടാണ് നമുക്ക് അളവുകൾ ആവശ്യമായി വരുന്നത്? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിൽ ഒരു സ്കെയിലോ ടേപ്പോ ഒന്നുമില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഒരു മുറിയുടെ നീളമളക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ മുറിയുടെ വലിപ്പം നിങ്ങൾ മറ്റൊരാൾക്ക് എങ്ങനെ കൃത്യമായി പറഞ്ഞുകൊടുക്കും? അളവുകൾ എന്ന ആശയം തന്നെ തുടങ്ങുന്നത് ഈ ഒരു അടിസ്ഥാന ചോദ്യത്തിൽ നിന്നാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല സാഹചര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു മുറിയുടെ നീളമോ, നമ്മൾ വാങ്ങുന്ന പച്ചക്കറിയുടെ തൂക്കമോ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ താപനിലയോ ഒക്കെ നമുക്ക് അളക്കാൻ സാധിക്കും, അല്ലേ? ഇങ്ങനെ നമുക്ക് അളക്കാൻ സാധിക്കുന്നവയെ ഭൗതിക അളവുകൾ അഥവാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാം. എന്നാൽ ഒരാളുടെ ബുദ്ധിശക്തിയോ സ്നേഹമോ പോലെയുള്ള കാര്യങ്ങൾ നമുക്കൊരു സ്കെയിൽ വെച്ച് അളക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവ ഭൗതിക അളവുകളല്ല. ഒരു ഭൗതിക അളവ് കൃത്യമായി രേഖപ്പെടുത്താൻ നമുക്ക് പ്രധാനമായും 2 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്നാമത്തത് ഒരു സംഖ്യ, പിന്നെ രണ്ടാമത്തത് ഒരു യൂണിറ്റ്. ഉദാഹരണത്തിന്, ഒരു ഗ്യാസ് കുറ്റിയുടെ ഭാരം വെറും 14.2 ആണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുമോ? ഇല്ല, 14.2 കിലോഗ്രാം എന്ന് തന്നെ പറയണം. ഇവിടെ കിലോഗ്രാമാണ് യൂണിറ്റ്. സംഖ്യ മാത്രം പോരാ, യൂണിറ്റ് നിർബന്ധമാണ് എന്നിപ്പോൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. ശരീരഭാഗങ്ങൾ ഉപയോഗിച്ചുള്ള യൂണിറ്റുകൾ. പഴയ കാലത്ത്, അതായത് ഈ സ്കെയിലുകളും ടേപ്പുകളും ഒന്നുമില്ലാതിരുന്ന കാലത്ത്, നമ്മുടെ പൂർവികർ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിച്ചതെന്ന് നോക്കാം. പണ്ടുകാലത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന വിദ്യ വളരെ ലളിതമായിരുന്നു. അളക്കാൻ അവർ അവരുടെ സ്വന്തം ശരീരഭാഗങ്ങൾ തന്നെ ഉപയോഗിച്ചു. കാലുപയോഗിച്ച് അടി, കൈത്തണ്ടുപയോഗിച്ച് മുഴം, പിന്നെ കൈവിരലുകൾ ഉപയോഗിച്ച് ചാണ്. ഇത് വളരെ എളുപ്പമുള്ളൊരു വഴിയായി അവർക്കെന്ന് തോന്നി. കാരണം മറ്റൊന്നുമല്ല, അളക്കാനുള്ള ഉപകരണം എപ്പോഴും അവരുടെ കൂടെ തന്നെയുണ്ടല്ലോ. എന്നാൽ ഇതിലൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ആ വലിയ പ്രശ്നത്തിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. കാഴ്ചയിൽ എളുപ്പമെന്ന് തോന്നുന്ന ഈ രീതി പിന്നീട് വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കി. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങളൊരു കടയിൽ പോയി മരം വാങ്ങുകയാണ്. കടക്കാരന്റെ കൈ ഉപയോഗിച്ചാണോ അതോ നിങ്ങളുടെ കൈ ഉപയോഗിച്ചാണോ ആ മരം അളക്കേണ്ടത്? ആരുടെ ചാണാണ് ഇവിടെ ശരിയായ അളവ് നൽകുന്നത്? വലിയൊരു കൺഫ്യൂഷനാണല്ലേ? ഇവിടെ വളരെ രസകരമായൊരു താരതമ്യമുണ്ട്. ഒരേ മരക്കഷ്ണം തന്നെ നല്ല ഉയരമുള്ളൊരു മുതിർന്ന ആള് അളക്കുമ്പോൾ അത് വെറും 5 ചാണ് മാത്രമേ ഉണ്ടാകൂ. കാരണം അയാളുടെ കൈ വളരെ വലുതാണ്. എന്നാൽ ഒരു ചെറിയ കുട്ടി അതേ മരക്കഷ്ണം അളക്കുമ്പോഴോ അത് 9 ചാണുണ്ടാകും. അപ്പോ ഏതാണ് ശരിയായ അളവ്? ഇത് കച്ചവടത്തിൽ വലിയൊരു ആശയക്കുഴപ്പമല്ലേ ഉണ്ടാക്കുക? ഒരേ സാധനത്തിന് 2 ആളുകൾ അളക്കുമ്പോൾ 2 അളവ്. ലോകമെമ്പാടും ഈ ശരീരഭാഗങ്ങൾ ഉപയോഗിച്ചുള്ള അളവുകൾ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി എന്ന് വേണം പറയാൻ. തീരെ കൃത്യതയില്ലായ്മയായിരുന്നു ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. അളവുകൾ ഓരോ വ്യക്തിക്കും മാറിക്കൊണ്ടിരുന്നു. കോഴിക്കോടുള്ള ഒരാളും തിരുവനന്തപുരത്തുള്ള ഒരാളും തമ്മിൽ കച്ചവടം ചെയ്യാൻ പോകുമ്പോൾ വലിയ തർക്കങ്ങളുണ്ടായി. കാരണം ഈ അളവുകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് കാരണം അന്താരാഷ്ട്ര തലത്തിൽ പോലും ന്യായമായൊരു കച്ചവടം തികച്ചും അസാധ്യമായി മാറിയെന്ന് തന്നെ പറയാം. അങ്ങനെ ഈ ലോകവ്യാപകമായ ആശയക്കുഴപ്പത്തിന് ശാസ്ത്രീയവും കൃത്യവുമായ ഒരു ശാശ്വത പരിഹാരം ആവശ്യമായി വന്നു. അവിടെയാണ് ചരിത്രപരമായ ആ വലിയ മാറ്റം സംഭവിക്കുന്നത്. 4ാമത്തെ വിഷയം, SI സിസ്റ്റം എന്ന പരിഹാരം. 1960-ൽ പാരീസിൽ വെച്ച് ലോകമെമ്പാടുമുള്ള പ്രതിനിധികളും ശാസ്ത്രജ്ഞരും ഒത്തുചേർന്നു. അവിടെ വെച്ചാണ് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട യൂണിറ്റുകളുടെ ജനനം സംഭവിക്കുന്നത്. ലോകം മുഴുവൻ ഇനി ഒരൊറ്റ അളവുകോൾ മതി എന്നവരന്ന് തീരുമാനിച്ചു. ഇതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ ചുരുക്കത്തിൽ SI സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ലോകമെമ്പാടും ഒരേ അളവുകൾ ഉപയോഗിക്കാൻ ഈ SI സിസ്റ്റം നമ്മെ സഹായിച്ചു എന്നതാണിതിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഇന്ത്യയിലുള്ള 1 മീറ്ററും അമേരിക്കയിലുള്ള 1 മീറ്ററും കൃത്യമായി ഒന്നായിരിക്കും. ഇതുകൊണ്ടെന്താണ് ഗുണമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന വാഹനങ്ങളുടെയും മറ്റു ഉപകരണങ്ങളുടെയും ഭാഗങ്ങൾ ലോകത്തെവിടെയുമുള്ള ഏത് ഫാക്ടറികളിലും കൃത്യമായി കൂട്ടിയോജിപ്പിക്കാൻ ഇത് നമ്മെ സഹായിച്ചു. വ്യവസായ വിപ്ലവത്തിന് തന്നെ ഇതൊരു വലിയ കാരണമായി മാറിയെന്ന് പറയാം. ഇനി 5ാമത്തെ വിഷയം, അടിസ്ഥാന യൂണിറ്റുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ചരിത്രപരമായ തീരുമാനത്തിലൂടെ ഉരുത്തിരിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
ഭൗതിക അളവുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അടിസ്ഥാന യൂണിറ്റുകൾ ഇവയാണ്: നീളം അഥവാ ലെങ്ത് അളക്കാൻ മീറ്റർ, മാസ് അളക്കാൻ കിലോഗ്രാം, പിന്നെ സമയം അളക്കാൻ സെക്കൻഡ്. സെന്റിമീറ്ററും മണിക്കൂറുമൊക്കെ വേറെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഈ 3 SI സിസ്റ്റത്തിലെ ലീഡർമാർ. ലോകം മുഴുവൻ അംഗീകരിച്ച അളവുകോലുകളാണിവ. അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണെങ്കിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അവയുടെ വലിയ രൂപങ്ങളോ ചെറിയ രൂപങ്ങളോ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഒരു പേനയുടെ നീളം അളക്കാൻ നമ്മൾ മീറ്ററിനേക്കാൾ ചെറിയ സെന്റിമീറ്റർ ഉപയോഗിക്കും. എന്നാൽ 2 നഗരങ്ങൾ തമ്മിലുള്ള ദൂരം മീറ്റർ വെച്ച് അളക്കാൻ പോയാലോ ഒരുപാട് സമയമെടുക്കും. അവിടെ നമ്മൾ മീറ്ററിന്റെ വലിയ രൂപമായ കിലോമീറ്റർ ഉപയോഗിക്കും. ഇനി സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം അളക്കാനാണെങ്കിലോ ഇതിലും വലിയ ആസ്ട്രോണോമിക്കൽ യൂണിറ്റുകൾ നാം ഉപയോഗിക്കും. അവസാനമായി നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ ചാൺ, മുഴം തുടങ്ങിയ പഴയ അളവുകൾ മാത്രം ഉപയോഗിച്ച് ഒരു ബഹിരാകാശ വാഹനം നിർമ്മിക്കാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലുമില്ല, അല്ലേ? ചെറിയൊരു മില്ലിമീറ്ററിന്റെ പിഴവ് പോലും അത്തരം സാങ്കേതിക വിദ്യകളിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകും. ഇന്ന് നാം കാണുന്ന ഈ ആധുനിക ലോകത്തിന്റെ സകല നേട്ടങ്ങൾക്കും അടിസ്ഥാനം ഈ കൃത്യതയാർന്ന SI യൂണിറ്റുകളാണ്. അളവുകളുടെ ഈ രസകരമായ ചരിത്രം നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു എക്സ്പ്ലെയിനറുമായി നമുക്ക് വീണ്ടും കാണാം.